നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇവിടെ നിന്ന നിന്റെ ലൈഫ് ഡേഞ്ചർ സോണിലാവും. ഇപ്പോൾ യു ഗോ, പിന്നെ യു കമോൺ. ഓക്കേ? അത് വേണ്ടമ്മേ. ഹരിപ്രിയ കുറച്ചു ദിവസം കൂടി ഇവിടെ തന്നെ നിന്നോട്ടെ. ഇത്ര ദിവസം നിന്നില്ലേ, അത് മതി. ഇനി നിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഉടനെ തന്നെ യു ഗോ. ഞാൻ അവനോട് പറയാം. അമ്മേ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടമ്മേ. നിങ്ങളെയൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ ഈ അപകടം സംഭവിച്ചത് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അമ്മ ഏട്ടനോട് ഇപ്പൊ ഒന്നും പറയണ്ട. സമയാവുമ്പോ ജ്യോതി പറഞ്ഞോളൂ. അമ്മേ, ഹരിപ്രിയക്ക് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളല്ലേ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഐ നോ പ്രോബ്ലം. നിന്റെ ഹാപ്പിയാണ് ഞങ്ങളുടെ ഹാപ്പി. ഐ ഗോ, യു സ്റ്റേ ബേട്ടി. ഹാപ്പി സ്റ്റേ. പാവം, സത്യം അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അത് ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ? അതിനാണോ മോളെ ഐഡിയ ഇല്ലാത്തത്? അതോർത്ത് നീ തല പുണ്ണാക്കണ്ട. നാളെ എപ്പോഴെങ്കിലും ഹരിപ്രിയ വന്നാലും ഡിക്ക് സത്യം അറിയില്ലേ? അപ്പൊ ഞാനാരാണെന്ന് പറയും. ഒരു പെരുങ്കള്ളിയാന്ന് പറയും. ഹരിപ്രിയയുടെ സുപ്രിയയുടെയും അതേ മുഖമുള്ള ഏതോ ഒരു കള്ളി. നമ്മളെ പറ്റിച്ച് കുറച്ചു നാൾ അവൾ ഇവിടെ താമസിച്ചു. സുപ്രിയാണ് നീ എന്ന് തെളിയിക്കാനുള്ളതൊന്നും ഞാൻ ബാക്കി വെക്കത്തില്ല. സുപ്രിയ എന്നുള്ള ഒരു ഐഡന്റിറ്റിയും ഡീക്ക് കാണില്ല. കാണിക്കില്ല ഞാൻ. അപ്പോ മരിക്കാൻ പോകുന്നവളോടുള്ള സിമ്പതി കൊണ്ടല്ല നീ എന്നോട് ഈ കരുണ കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു മനസ്സിൽ അല്ലേ? അതെയല്ലോ. എന്താ ഇത്? ഐഡന്റിറ്റി. സുപ്രിയയുടെ എല്ലാ രേഖകളും ഇതിലുണ്ട്. ഇതിന് നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നശിപ്പിച്ചേക്ക്. സുപ്രിയ മരിച്ചു. നീ പറഞ്ഞ പോലെ ഏതോ ഒരു പെരുങ്കള്ളി. അത് മതി. എനിക്ക് നിന്നെ വിശ്വാസം. ഇത് നീ തന്നെ വെച്ചോ. ഓ, എന്താ ഒരു ഗമ. മനുഷ്യർക്ക് ഇവിടെ സമാധാനമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം. അതിനിപ്പോ ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷെ ഇടയ്ക്ക് ചുറ്റിലും ഒന്ന് നോക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവൂ. എന്താണാവോ ഈ കാര്യങ്ങൾ? ഹരിപ്രിയയുടെ കാര്യം തന്നെ. കണ്ടോ ഹരിപ്രിയയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഒട്ടകത്തെ പോലെ അങ്ങ് തലയങ്ങ് നീട്ടിയേക്കുക. എന്റെ കാര്യമായിരുന്നെങ്കിൽ കാണായിരുന്നു, ആമയെ പോലെ തല പിന്നോട്ട് വലിച്ചേനെ. ഈ ആണുങ്ങളൊക്കെ കണക്കാ, എല്ലാം ഒരുപോലെ. ലോക കള്ളന്മാരാ. അല്ല, ഹരിപ്രിയയുടെ കാര്യം നീ എന്തോ പറഞ്ഞല്ലോ, എന്താ കാര്യം? അത് നിങ്ങൾ അവളെ ശ്രദ്ധിക്കുന്നില്ല, അത്ര തന്നെ.
ഇവൾക്കിത് എന്ത് പറ്റി? അമേരിക്കയിൽ നമ്മൾ ഇവിടം വരെ വന്നിട്ട് അവക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയോ? എന്നിട്ടാണോ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ബോബനും മോളിയിലെ പട്ടിക്കുഞ്ഞിനെ പോലെ മണം പിടിച്ച് പിന്നാലെ വന്നത്? ഇപ്പൊ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയോ? തെറ്റിദ്ധാരണ മാറിയതല്ല, എനിക്കിപ്പോ ശരിയായ ധാരണ കിട്ടി. എന്ത്? അവൾ ആരാണെന്ന്. ഓഹോ, അതിരിക്കട്ടെ. ഇപ്പൊ അവൾ ആരാ? ഹരിപ്രിയ. അല്ലാതാരാ? ആണല്ലോ. അതെ. ഞാൻ അവൾക്കുള്ള ടിക്കറ്റായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ അവളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒന്ന് തരാൻ പറയും. അത് പിന്നെ നിങ്ങൾ അവക്ക് വേണ്ടി ടിക്കറ്റ് ഒന്ന് റെഡി ആക്കണ്ട. അതെന്താ? അവൾക്ക് പോവാനുള്ള ടിക്കറ്റൊക്കെ എന്നേ ശരിയായതാ. ഇനി അതൊന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി. ആര്? അവളെ ഇങ്ങോട്ട് അയച്ച ആള് തന്നെ. അതെ, കുശിനിക്കാരൻ അതിലൊന്നും തലയിടാൻ നിൽക്കണ്ട. അതൊക്കെ അവരുടെ കാര്യമല്ലേ. പക്ഷെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം. മനസ്സിലായില്ല. ഈ ലൈഫ് എന്നും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരുന്നാ മാത്രം മതിയോ ഹിറ്റ്ലറെ? ചില സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടേ? ഹരിപ്രിയ എന്താന്ന് എനിക്കിപ്പോ അറിയാം. അമേരിക്കയിൽ നമ്മളെയൊക്കെ കാണാൻ വന്നിട്ട് നമ്മൾ അവളെ കെയർ ചെയ്തില്ല എന്നൊരു തോന്നൽ അവൾക്കുണ്ടാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.